നമ്മുടെ വേദനകളെ കർത്താവ് ചുമന്നു, നമ്മുടെ രോഗങ്ങളെ കർത്താവ് വഹിച്ചു. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിന്റെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകനായ യെശയ്യാവിലൂടെ ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യേശു കർത്താവ് അനുഭവിക്കേണ്ട വേദനകൾ, കർത്താവ് അനുഭവിക്കേണ്ട നിന്ദകൾ, പരിഹാസങ്ങളെക്കുറിച്ച് ഉള്ള പ്രവചനം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 53 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രവുമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. 2 വാക്യത്തിൽ ഇങ്ങനെയും പറയുന്നു, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അപ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് രൂപഗുണമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, കോമളത്വമില്ല, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ടവനായി യേശു കർത്താവ് നിൽക്കുകയാണ്. വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി. കർത്താവ് അനുഭവിക്കേണ്ട ഓരോ വേദനകളും, കർത്താവ് സഹിക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. രോഗം കർത്താവ് നമ്മളെ വഹിച്ചു. അതേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട പല വേദനകളും, സ്വതം നമ്മുടെ അതിക്രമം നിമിത്തം, നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ ജീവിതത്തിൽ നാം സഹിക്കേണ്ട പലതും യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ സഹിക്കുവാനിടയായി തീർന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു, നാം അവനെ ആദരിച്ചതുമില്ല. പ്രൈസ് ലോർഡ്. സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ യേശു കർത്താവിനെ കണ്ടവർ മുഖം മറച്ചു കളഞ്ഞതായിട്ട്, കർത്താവിനെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ഹല്ലേലൂയ അവിടെ നിന്ന് മാറിപ്പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനവും നിവൃത്തിയായതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. 4 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, സ്തോത്രം, അത് നിമിത്തമാണ് കർത്താവ് മുറിവേറ്റത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ്, നമ്മുടെ അകൃത്യം നിമിത്തമാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. സ്വതം നാം അനുഭവിക്കേണ്ട സമാധാനം, ആ സമാധാനത്തിൻ്റെ പുറകിൽ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടത് കർത്താവായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത പാപം, അല്ലെങ്കിൽ മനുഷ്യകുലം ജനിച്ചതും സ്തോത്രം ജീവിച്ചതും ചെയ്തതുമായ ഓരോ പാപത്തിൻ്റെയും പുറകിൽ ഒരു ശിക്ഷയുണ്ടായിരുന്നു. സ്തോത്രം. ആ പാപത്തിന് വേണ്ടിയുള്ള ശിക്ഷ കർത്താവ് അനുഭവിച്ചത് കൊണ്ടാണ് നാം ഇന്ന് സമാധാനം അനുഭവിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. സ്തോത്രം. ഒരു സമാധാനം അനുഭവിക്കണമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, കുറവ് ഉള്ള വ്യക്തിക്ക് അതൊരിക്കലും കഴിയത്തില്ല, കുറ്റമുള്ള വ്യക്തിക്ക് അതൊരിക്കലും കഴിയത്തില്ല. സ്തോത്രം. അതേ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ട ആ കുറവ് നിമിത്തം, ആ കുറ്റം നിമിത്തം നമ്മൾ അനുഭവിക്കേണ്ട വേദന കർത്താവ് അനുഭവിച്ചതുകൊണ്ട് ഇന്ന് നമുക്കൊക്കെ സമാധാനം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവ് ഏറ്റു. അവിടെ പറയുകയാണ്, സ്വരം, രോഗം ശീലിച്ചവനായി താൻ തീർന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് 4 വാക്യത്തിൽ പറയുമ്പോൾ 5 വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നീ രോഗത്തിന്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? കർത്താവിന് നിന്നോട് വചനത്തിൽ നിന്ന് കൈമാറാനുള്ളൊരു ദൈവിക ആലോചന. നിന്റെ രോഗത്തെ യഹോവ വഹിച്ചിരിക്കുകയാണ്. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേറ്റ അടി, കർത്താവേറ്റ മുറിവുകൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചരിത്രകന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ, സ്തോത്രം, എല്ലാ അടികളും, എല്ലാ അടിപ്പിണരുകളും കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റു. അത് നിമിത്തം നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. നമ്മുടെ രോഗത്തെ കർത്താവ് വഹിച്ചു, നമ്മുടെ വേദനകളെ കർത്താവ് ചുമന്നു.
ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്ന നമ്മയൊക്കെ വീണ്ടെടുക്കേണ്ടതിന് ആമേൻ കർത്താവ് പലയിടത്തും മൗനത പാലിച്ചതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വരം പല അധികാരികളുടെ മുൻപിൽ യേശു കർത്താവിനെ മാറി മാറി വിധിക്കുമ്പോഴൊക്കെ ഒരു മിണ്ടാതിരുന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ എത്രമാത്രം ദൈവസന്നിധാനത്തിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ വേദനകളെ കർത്താവ് ചുമന്നു. ആമേൻ സ്തോത്രം നമ്മുടെ രോഗങ്ങളെ കർത്താവ് വഹിച്ചു. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിന്റെ സ്നേഹം ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.